ഇന്നത്തെ സ്പെഷ്യല് വറുത്തരച്ച ബീഫ് കറി. ഇതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇടാം. ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടി ഒന്ന് കറച്ചെടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷമ്മീൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് വേപ്പില ഇടണേ. തേങ്ങയിൽ കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വറുത്തെടുക്കണം. കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കറി സൂപ്പാണ്. സവാള ഇടാം, ഉള്ളി ചതച്ചിടാം, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പഴയ മഞ്ഞളുടെ എങ്ങനെ ഇളക്കാൻ മാത്രം. കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇത് കുറച്ചിട്ടാൽ മതി. കറി എല്ലാം ഇടയിൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ബീഫിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബീഫും കൂടി ഇടാം. ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. വറുത്ത തേങ്ങ അരച്ചെടുക്കണം. അതുകൊണ്ട് ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. എരിവുണ്ട്, എന്നാലും കുറച്ചും കൂടെ കുരുമുളക് തുണി കൊടുക്കാം. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും നല്ല എരിവും എല്ലാം ഉണ്ടാവും. ഇതിൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കുറച്ച് പുട്ടിൻ്റെ കൂടെ കഴിച്ച് കാണിക്കാം. ഞാൻ ഇത് ടേസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പുട്ട് ഇട്ടിട്ടുണ്ട്. പുട്ടിൻ്റെ ഒപ്പം വറുത്തരച്ച ബീഫ്. ടേസ്റ്റ് ചെയ്തോട്ടെ. അടിപൊളി.